പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ ലൂക്കോസ്ലിഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ ജോർദാനിൽ നിന്നും മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവനെ വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേലെല്ലാം അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദേവപുത്രനാണെങ്കിൽ ഇവിടെ നിന്നും താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന്. നിന്റെ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. പ്രിയ സഹോദരങ്ങളെ, നോമ്പിന്റെ 3-ാം ദിവസം പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്ന വചനത്തിൽ ഇപ്രകാരമാണ്: ഈശോയെ പരീക്ഷിച്ച സാത്താനെയാണ് നാം കണ്ടത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. അവനെ മരുഭൂമിയിലേക്ക് ദൈവം നയിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടിയത് ഒന്നാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് 40 നാൾ ഉപവസിച്ചപ്പോൾ ആണ് സാത്താൻ അവനെ പരീക്ഷിക്കാൻ തുടങ്ങിയത്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് ഓരോരുത്തരെയും നാം നോമ്പ് അനുഷ്ഠിക്കുന്നെങ്കിൽ ഉറപ്പായും സാത്താൻ പരീക്ഷിക്കാൻ വരും. അപ്പോൾ നാം ചെയ്യേണ്ടത് കൂടുതൽ വചനം വായിച്ച് നമ്മുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കുകയും വചനത്തെ പ്രഖ്യാപിച്ച് വാളായി പൊരുതുകയുമാണ് വേണ്ടത്. എഫേസ്യർ 6:17 പ്രകാരം പറയുന്നു, രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുകയും. നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. മർക്കുമോർ സീനായി മലയിൽ വെച്ച് മോശ വെടിപ്പും വിശുദ്ധിയുമുള്ള നോമ്പ് ആചരിച്ചു. ഇസ്രായേലർക്ക് അഗ്നിയാൽ എഴുതപ്പെട്ട കൽപ്പനകൾ അവന്റെ കൈകളിൽ വാങ്ങി ദൈവത്തെ സ്തുതിച്ചു. വെടിപ്പും വിശുദ്ധിയുമുള്ള നോമ്പ് ദാനിയേൽ നോറ്റു. അതിനാൽ അവൻ ശ്രേഷ്ഠനായി. ക്രൂരസിംഹങ്ങളുടെ സംഹാരത്തിൽ നിന്ന് വിടുവിക്കുകയും നാനാഭാഗങ്ങളിൽ തന്റെ ആരാധകരെ ശ്രേഷ്ഠരാക്കുന്ന കർത്താവിനെ സ്തോത്രം ചെയ്യുകയും ചെയ്തു. ഏലിയ ഹോറേബ് പർവ്വതത്തിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ട് 40 ദിവസം ഉപവസിച്ചു. അവന്റെ ഉപവാസത്താൽ ദീർഘനാൾ ആകാശത്തെയും ഭൂമിയെയും ബന്ധിച്ചു. സഹോദരങ്ങളെ, കടന്നു പോകുന്നതും നശിച്ചു പോകുന്നതുമായ സകല ദുർമോഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു വെടിപ്പോടെ നമുക്ക് നോമ്പ് ആചരിക്കാം. സഭയെ, ദൈവപുത്രനെ നീ സ്തോത്രം ചെയ്യുക. എന്തെന്നാൽ നിന്നോട് പോരാടുന്ന സാത്താനെ നോമ്പാൽ ജയിക്കുവാനായി നിന്റെ മക്കളെ തന്നെ നോമ്പാൽ അവൻ പഠിപ്പിച്ചിരിക്കുന്നു. കൽപ്പന ലംഘനത്താൽ നമ്മുടെ പിതാവായ ആദാമിനെ
കൊലപ്പെടുത്തിയ ഭോജനപ്രിയത്തെ അവൻ ദുരീകരിക്കുകയും ചെയ്തു. ബാർക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമീൻ.